ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ലഞ്ച് പ്രിപ്പറേഷൻ വീഡിയോ ആണ് കേട്ടോ. വീക്കെൻഡിലാണ്. അപ്പോൾ ഞാൻ മിക്കവാറും വീഡിയോയിൽ പറയാറുണ്ട് വീക്കെൻഡിലാണ് നമ്മൾ മീൻ വാങ്ങിക്കാറെന്ന്. അപ്പം നമ്മൾ പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. നമ്മൾ ചെന്നൈയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ കൂടുതലും മാർക്കറ്റിൽ മീൻ കിട്ടുന്നത് വീക്കെൻഡിലാണ്. പിന്നെ ബുധനാഴ്ചയും ഉണ്ടാവും. എല്ലാ ദിവസവും മാർക്കറ്റ് വർക്കിംഗ് ആണ്. എന്നാലും കാര്യമായിട്ടൊന്നും അങ്ങനെ നമ്മുടെ ഏരിയയിൽ ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ മീൻ വാങ്ങിച്ച അതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഷൈചേട്ടനാണ് എനിക്ക് മീനൊക്കെ അത്യാവശ്യം ക്ലീൻ ചെയ്ത് തരണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ കാണുന്നത് നമുക്ക് നാട്ടിൽ നിന്ന് വന്ന പെട്ടി പൊട്ടിക്കലാണ്. എനിക്ക് എന്തെങ്കിലും ഇതുപോലെ നാട്ടിൽ നിന്ന് തന്നെ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന എന്തെങ്കിലുമൊക്കെ സാധനങ്ങളുണ്ടാവുമല്ലോ. കുടംപുളി നമ്മളെപ്പോഴും നാട്ടിൽ നിന്ന് വാങ്ങിക്കാറ്. അപ്പോൾ അത് തീർന്നു പോയായിരുന്നു. അങ്ങനെ അച്ഛനോട് ഷൈചേട്ടൻ കുറച്ച് കുടംപുളി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊറിയർ ചെയ്ത് തരലാണ് എപ്പോഴും ചെയ്യണേ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സാധനങ്ങളൊക്കെ എക്സ്ട്രാ വെക്കാറുണ്ട്. അപ്പോൾ ദാ ഓരോന്നായിട്ട് ഞാൻ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കറിവേപ്പില എന്തായാലും വെക്കും, കാരണം വീട്ടിൽ അത്യാവശ്യം കറിവേപ്പില ഉണ്ട്. അപ്പം ഇന്നിപ്പോൾ ഒട്ടും കേടാവാതെ നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കറിവേപ്പിലുണ്ട്. പിന്നെ വഴനയില, ഇത് നമ്മൾ അട ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഇലയാണ്. കോട്ടയം ഭാഗത്തൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വീട്ടിലില്ലെങ്കിൽ അമ്മ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് എടുത്തിട്ട് തരും കേട്ടോ. പിന്നെ ഇത് വീട്ടിലുണ്ടായ കായാണ്, പച്ചക്കായ, നേന്ത്രക്കായ. അപ്പോൾ അങ്ങനെ ഓരോരോ സാധനങ്ങൾ. പപ്പടം ഉണ്ടാവും. പപ്പടം ഇതൊക്കെ മസ്റ്റായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. പപ്പടമൊക്കെ എപ്പോഴും വയ്ക്കാറുണ്ട്. പിന്നെ ഇത് അരിയാണ്, കുറച്ച് അരി, പച്ചരിയാണ് കേട്ടോ. ഇത് ഇങ്ങനെ കൊടുത്തുവിടാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നമുക്ക് കൃഷിയുണ്ട്. അപ്പോൾ നെൽകൃഷിയുണ്ട്. അപ്പോൾ അതിൽ കുത്തിച്ചെടുത്ത അരിയാണ് കേട്ടോ. അപ്പോൾ പാറുവിന് പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മ കൊടുത്തുവിടുന്നതാണ് അവൾക്ക് വേണ്ടി. ഞാൻ പുട്ടുപൊടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്യാമേ. ഞാൻ വീട്ടിൽ തന്നെ പുട്ടുപൊടി ഉണ്ടാക്കാറുണ്ട് ഈ അരി ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതടുത്ത് തന്നെ ചെയ്യാം കേട്ടോ. ഇത് കൊടംപുളി, അങ്ങനെ ഓരോരോ സാധനങ്ങൾ ഞാൻ തുറന്ന് നോക്കാൻ കേട്ടോ എന്തൊക്കെയാണെന്നുള്ളത്. അങ്ങനെ പപ്പടം ഉണ്ട്, 3 പൊതിയുണ്ട് കേട്ടോ, 3 പാക്കറ്റ് ഉണ്ട്. അപ്പം ഇത് നമുക്ക് കുറച്ചാൾ ഇരുന്നോളും. നമ്മുടെ ഇവിടെ പപ്പടമൊക്കെ കിട്ടും, ഞാൻ വാങ്ങിക്കാറുമുണ്ട്. പക്ഷേ നാട്ടിൽ അത്ര ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇവിടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് തന്നെ എനിക്കറിയാൻ പാടില്ല. നാട്ടിൽ ആ ഒരു രീതിക്കൊന്നും ആയിരിക്കില്ല ഉറപ്പായിട്ടും ഉണ്ടാക്കണേ. അപ്പോൾ അതുകൊണ്ട് നാട്ടിൽ നിന്ന് ആണ് കൂടുതലും കഴിക്കാൻ ഇഷ്ടം. പിന്നെ ഇത് അച്ഛൻ പാറുവിന് വേണ്ടിയിട്ട് വെക്കുന്നതാണ് കേട്ടോ. പൊതിയിൽ എന്തെങ്കിലും ഒരു ചോക്ലേറ്റ് ഇല്ലാതെ അച്ഛൻ അയക്കൂല. എന്താണെന്ന് വെച്ചാൽ അവളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു പാക്കറ്റ് മിഠായിയൊക്കെ അയച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവളാണെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ മുഴുവൻ തീരണ വരെ കഴിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ആർക്കെങ്കിലുമൊക്കെ കൊടുത്ത് തീർക്കണം, അല്ലെങ്കിൽ ഇത് മൊത്തം അവളകത്താക്കും. അപ്പോൾ ഞങ്ങളതുകൊണ്ട് കൂടുതലൊന്നും ചോക്ലേറ്റ്സൊന്നും അധികമൊന്നും വാങ്ങിക്കില്ല. അത്യാവശ്യം കുറച്ച് മാത്രമേ വാങ്ങിക്കുള്ളൂ. പിള്ളേർക്കൊരു കൊതി പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ കഫക്കെട്ട് പ്രശ്നങ്ങളൊക്കെ വരും. ഇപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ലിമിറ്റഡായിട്ട് നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ പോവാണ്. പക്ഷേ ആൾ പിടിച്ചാൽ കിട്ടില്ല. എന്തെങ്കിലും വീട്ടിൽ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എടുത്ത് ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണ്. അത് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചാലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞ് തന്നെ കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ. അങ്ങനെ അവൾ തന്നെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവളുടെ കയ്യെത്തുന്ന ദൂരത്ത് തന്നെ കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കുന്നത്. അപ്പം വഴനയില നല്ല ഫ്രഷായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കും, ഒരു കവറിൽ ആക്കിയിട്ട്. അപ്പോൾ കുറച്ച് ദിവസം ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വഴനയിലയിലുള്ള ചക്കയുടെയും അതിൻ്റെ വീഡിയോ ഞാൻ പറ്റുവാണെങ്കിൽ ഇടാട്ടോ. ഇത് സമയം അന്നേരം ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം സമയം ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റാറില്ല. എനിക്ക് ആഗ്രഹമുണ്ട്, എന്തായാലും പറ്റുന്ന പോലെ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ കണ്ടുവന്നപ്പോഴേക്കും ഷൈചേട്ടൻ മീനൊക്കെ അത്യാവശ്യം ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഇനി എൻ്റെ പണിയാണ്. ഞാൻ ഒന്നുകൂടെ ഒന്ന് കഴുകി എൻ്റെ ഒരു തൃപ്തിക്കനുസരിച്ചിട്ട് കട്ട് ചെയ്ത് വറക്കാനുള്ളതൊക്കെ മാറ്റി അങ്ങനെയൊക്കെ എടുക്കാൻ പോവാണ്. അപ്പോൾ കൊഴുവ നല്ലതായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അയലയും കൊഴുവയുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, അത് പറഞ്ഞില്ലല്ലേ. ഈ കൊഴുവ വെള്ളക്കൊഴുവല്ല, അതിനൊരു ചുമന്നൊരു വര പോലെ ഉണ്ട് കേട്ടോ. അപ്പം അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ കറി വയ്ക്കാമെന്നാണ് ഞാൻ വിചാരിക്കണേ. എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. അയില ഷൈചേട്ടൻ മുള്ളൊക്കെ വെട്ടി ഇത് തലയും കുടലൊക്കെ കളഞ്ഞു വെച്ചു. പക്ഷേ ഇതിൻ്റെ ആ ചിതമ്പലൊക്കെ കളഞ്ഞൊന്ന് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാനായിട്ട് ആൾ മറന്നു പോയിട്ടോ. അപ്പം എൻ്റെ കയ്യിലേക്ക് തന്നുകൊണ്ടാണ് പിന്നെ വേറെ ഒന്നും ശ്രദ്ധിക്കാതെ തന്നത്. അപ്പോൾ പിന്നെ ഞാനതൊക്കെ ചെയ്ത് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുത്തു.
അപ്പോൾ അയില വറുക്കാൻ പോവാണേ. ഇപ്പോൾ 1/2 കിലോ ആണ് കേട്ടോ രണ്ടും വാങ്ങിച്ചേക്കണത്. നമുക്ക് സൺഡേ ആണ് ആൾ പോയി വാങ്ങിച്ചത്. അപ്പം സൺഡേ അല്ല, സാറ്റർഡേ. അപ്പം ഈ വീക്കെൻഡിൽ പോകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കുള്ളൂ. നമുക്കവിടെ നിന്നിട്ട് സമാധാനത്തോടുകൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് വാങ്ങിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ 1 മണിക്കൂറിൽ മേലേക്കൊക്കെ ക്യൂ നിൽക്കേണ്ടി വരും ക്ലീൻ ചെയ്യിപ്പിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അതിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് വീട്ടിലേക്ക് നേരെ കൊണ്ടുവന്നത്. അപ്പം ബുധനാഴ്ചയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് അവർ ക്ലീൻ ചെയ്ത് തരും കേട്ടോ. ക്ലീൻ ചെയ്യുന്നത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടാവേ. അപ്പോൾ ബുധനാഴ്ച പോവാം എന്നൊക്കെ പറഞ്ഞിരിക്കുക. ഈ വീക്കെൻഡിലാണെങ്കിൽ ഭയങ്കര വിലയുമായിരിക്കും കേട്ടോ മീനിന്. സാധാരണ ദിവസങ്ങളിലേക്കാളൊക്കെ ഭയങ്കര വിലയുമായിരിക്കും. കാരണം ചെന്നൈയിലൊക്കെ കൂടുതൽ ആൾക്കാരും ഫിഷൊക്കെ കഴിക്കണത് സാറ്റർഡേ സൺഡേ ഒക്കെയാണ്. ഇവിടെയൊക്കെ നോൺ വെജ് റെസ്റ്റോറൻറ്റിലും ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. വീക്കെൻഡിൽ നമ്മൾ ക്യൂ നിന്നിട്ടൊക്കെ വേണം പോയി കഴിക്കാനായിട്ട്. വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലും തിരക്കായിരിക്കും, പക്ഷേ നോൺ വെജും ഭയങ്കര തിരക്കായിരിക്കും. അല്ലാത്ത ദിവസങ്ങളിലൊന്നും അത്രയ്ക്കും ഭയങ്കര ഒരു ഇതൊന്നും ഉണ്ടാവില്ല. എല്ലാവരും നോൺ വെജ് കഴിക്കുന്നത്, പ്രത്യേകിച്ചും വീട്ടിലുണ്ടാക്കാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ പുറത്ത് വന്നിട്ടായിരിക്കും കഴിക്കുക. പിന്നെ നമ്മളെപ്പോലുള്ള മലയാളികൾ ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും മീനുണ്ടാവും കേട്ടോ. എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ ആഴ്ചയിലൊരു 4 ദിവസമെങ്കിലും മീനുണ്ടാവും. അങ്ങനെയാണ്, മീൻ വേണമെന്ന് നിർബന്ധമാണ്. പക്ഷേ മീൻ എപ്പോഴും നമ്മൾ പൊരിച്ചും അങ്ങനെയൊന്നുമല്ല, കറി വെച്ച് കഴിക്കുന്നതാണ് കൂടുതൽ എല്ലാവർക്കും ഇഷ്ടം. അപ്പം മീൻ കറി വെച്ച് കഴിക്കലാണ് ഇവിടെ എപ്പോഴും കൂടുതൽ ചെയ്യുക കേട്ടോ. എന്നാലും ഫിഷ് ഫ്രൈയും ചെയ്യാറുണ്ട്. പിന്നെ ഇറച്ചി എപ്പോഴും ഇല്ല. മീൻ പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. മീൻ നല്ല ഹെൽത്തിയുമാണല്ലോ. അപ്പം നമ്മൾ അങ്ങനെ കഴിച്ച് ശീലിച്ചിട്ടുള്ളതുകൊണ്ട് അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ വന്നു വിട്ട സ്ഥലമാണെങ്കിൽ ഇവിടെ നല്ലതായിട്ട് മീൻ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ ബാംഗ്ലൂരിലുള്ള ആൾക്കാരൊക്കെ പറയാറുണ്ട് അവിടെയൊക്കെ മീൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന്, നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടാനേ. അപ്പം നമ്മൾ എന്തായാലും ആ കാര്യത്തിൽ ലക്കിയാണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ മീൻ കിട്ടുന്ന സ്ഥലമാണ് ചെന്നൈ. അപ്പം വറുക്കാനുള്ളത് ഞാൻ പുരട്ടി വെച്ചു. അയില അതുകൊണ്ട് തന്നെ ഞാൻ 2 പീസാക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ ഓരോ പീസങ്ങ് കഴിക്കാമല്ലോ എടുത്ത്. അത് കഴിഞ്ഞിട്ട് പച്ച തേങ്ങ അരച്ചിട്ട് നമ്മൾ സാധാരണ ഇവിടെ ഉണ്ടാക്കുന്ന ആ സെയിം കറി തന്നെ ഉണ്ടാക്കുകയാണേ. അതാണ് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് എനിക്ക് വെറൈറ്റി, ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ വെറൈറ്റി അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരുടെയും ഇഷ്ടം കൊണ്ട് നോക്കണമല്ലോ. അപ്പം അതുകൊണ്ട് നമ്മളങ്ങനെ നമ്മുടെ വീട്ടിലെങ്ങനെയാണോ ചെയ്യുന്നത് ആ ഒരു രീതിയാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ എക്സ്ട്രാ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണിക്കാറില്ല. പിന്നെ സ്പെഷ്യൽ ഉണ്ടാക്കുന്നതൊക്കെ കാണിക്കുന്നതിന് അതൊക്കെ ഞാൻ നമ്മളുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ്. അപ്പം അങ്ങനത്തെ സ്പെഷ്യൽ വീഡിയോസൊക്കെ അങ്ങനെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓരോരുത്തർക്കും ഓരോ പാഷൻ ഉണ്ടാവുമല്ലോ. എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ഇത് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്നതാണ്. അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാവുമല്ലോ. ഒരു റിലാക്സേഷൻ മാതിരിയൊക്കെയാണ് എനിക്ക്. അപ്പം നന്നായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് അത് കഴിച്ച് ഒരു നല്ല അഭിപ്രായം കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ഇടുന്നത്. മീൻ കറിയിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അധികം അങ്ങനെ ഇടാറില്ല. കാരണം വെളുത്തുള്ളി ഒരുപാട് ഈ മീൻ കറിയിൽ ഞാൻ ഇടാറില്ല. ഇഞ്ചി കൂടുതൽ, വെളുത്തുള്ളി ഒരെണ്ണമൊക്കെ ഇടാറുള്ളൂ. പിന്നെ വേറെ ഇങ്ങനെ വെക്കുമ്പോൾ കേട്ടോ, ഈ തേങ്ങ അരച്ച് വയ്ക്കുമ്പോൾ പക്ഷേ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാനതങ്ങോട്ട് ഇട്ടു. പിന്നെ ഇത് നമ്മൾ ഇപ്പം കൊണ്ടുവന്ന പുളി ഉണ്ടല്ലോ, അത് ഞാൻ ഭരണിയിലിട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഇടുന്നത്. കഴുകി എടുത്തുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഈ പുളി ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ. കാരണം ഇത് എത്രമാത്രം പുളിയാണെന്ന് എനിക്ക് അറിഞ്ഞോളൂ. ചിലതങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര പുളിയായിരിക്കും. 1-2 എണ്ണം ഇടുമ്പോൾ തന്നെ ഭയങ്കര പുളിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് നോക്കിയിട്ടേ കറക്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ മീൻ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വരുമ്പോൾ വേണം മീൻ ഇടാനായിട്ട്. ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ. ചില ആൾക്കാരൊക്കെ മീനും കൂടി ഇട്ടിട്ട് അങ്ങ് കലക്കിയിട്ട് വെക്കുന്ന കാണാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. വീട്ടിലും അമ്മ അങ്ങനെ ചെയ്ത് കണ്ടിട്ടേ ഇല്ല. അമ്മ എപ്പോഴും പറയും നന്നായിട്ട് മീൻ തിളച്ചതിന് ശേഷമേ കറി തിളച്ചതിന് ശേഷമേ മീൻ ഇടാവൂ എന്ന് എപ്പോഴും പറയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഫോളോ ചെയ്ത് പോവാണ്. അപ്പം മീൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ അപ്പാർട്ട്മെൻറ്റിലൊക്കെ വെച്ച് ക്ലീൻ ചെയ്താൽ പിന്നെ കിച്ചൺ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യേണ്ട അവസ്ഥയാണ്. അപ്പം ഞാനതിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് ക്ലീൻ ചെയ്ത് എനിക്ക് എത്ര ക്ലീൻ ചെയ്താലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അന്ന് വൈകുന്നേരം വരെ ഞാൻ ക്ലീൻ ചെയ്ത് നടപ്പായിരിക്കുള്ളൂ. അപ്പം എന്തെങ്കിലും നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഞാൻ ലിക്വിഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അത് തുടയ്ക്കാനായിട്ട്, ഇച്ചിരി സ്മെല്ലൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഇട്ട് തുടച്ച് അങ്ങനെ നടപ്പായിരിക്കുള്ളൂ. അപ്പോൾ മീൻ ഇടുന്നതിന് മുമ്പ് ചാറിൽ ഉപ്പുണ്ടോയെന്നൊക്കെ ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ.
ഇങ്ങനെ ഈ ഒരു സമയത്ത് നമ്മൾ അത്യാവശ്യം ഉപ്പ് മുമ്പേ നിൽക്കുന്ന രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പും പുളിയൊക്കെ പാകണമെന്ന് നമുക്ക് അത്യാവശ്യം അറിയാൻ പറ്റും കേട്ടോ. ഇപ്പം മീൻ കഴിക്കാത്ത ആൾക്കാർ മീൻ കറി ഉണ്ടാക്കുമ്പോഴും ഈ രീതിയിൽ ഇതിന് മുമ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാമല്ലോ മീനും കൂടെ വരുമ്പോൾ എന്തോ ഒരു ഉപ്പ് വേണം എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ട് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കറക്റ്റ് ഉപ്പിൽ തന്നെ കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ നമ്മളിപ്പം അത് കഴിഞ്ഞിട്ട് മീൻ നമ്മൾ എപ്പോഴും ആ ഒരു കറി വെക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്കതിൽ ഉപ്പുണ്ടോ എന്ന് പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ല. ഉപ്പ് കറക്റ്റായിരിക്കുള്ളൂ, നമുക്കൊരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ എന്തായാലും മീൻ ഇനി തിളക്കട്ടെ. ഈ കൊഴുവയ്ക്ക് ഒരുപാട് വേവൊന്നുമില്ല. പിന്നെ ഈ ഒരു കൊഴുവയുടെ ഒരു പ്രത്യേകത ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും പൊടിഞ്ഞു പോകും കേട്ടോ. നമ്മൾ എത്ര ശ്രദ്ധിച്ചെടുത്താലും ഞാൻ ഒരുപാടൊന്നും അങ്ങനെ കുക്ക് ചെയ്തിട്ടില്ല. ഇതൊന്ന് ആ ചൂട് ചെന്ന് കഴിയുമ്പോൾ തന്നെ അങ്ങനെ വിട്ടു പോകും, ആ മുള്ളിൽ നിന്നും വിട്ടുപോകും. അങ്ങനത്തെ ഒരു മീനാണ് കേട്ടോ. ഒരു ഷേപ്പിലൊന്നും നമുക്ക് കിട്ടില്ല. വറുക്കുമ്പോഴാണെങ്കിലും ചിലപ്പോൾ പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യും. അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട് ഈ കൊഴുവയ്ക്ക്. അപ്പോൾ അത്യാവശ്യം കറിയൊന്ന് വെന്ത് കുറുകി അധികം നേരമൊന്നും ഇത് അടുപ്പത്ത് വയ്ക്കണ്ട കേട്ടോ ഈ കൊഴുവ. അങ്ങനെ കറിവേപ്പിലയും കൂടി ഇട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ കറി ഇറക്കുവാണ്. അപ്പോൾ നമ്മുടെ അരച്ച കറി റെഡിയായി. എന്തായാലും മീൻ ഞങ്ങൾ ഉച്ചയ്ക്ക് ഉണ്ട് കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ ഈ കൊഴുവ കറി വെക്കണ്ടായിരുന്നു, വറുത്താൽ മതിയായിരുന്നു എന്ന്. കാരണം കൊഴുവ അത്ര ടേസ്റ്റൊന്നും ഇല്ലാത്ത കൊഴുവായിരുന്നു കേട്ടോ. പിന്നെ അത് കറി അവിടെ റെഡിയായി. ഇന്നത്തെ ഹൈലൈറ്റ് റെസിപ്പി എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. അപ്പോൾ തംബ്നെയിലിൽ ഞാൻ കാണിച്ച പോലെ തന്നെ ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്, കൂൺ തോരൻ കേട്ടോ. കൂൺ തോരൻ എത്ര പേര് ഉണ്ടാക്കിയിട്ടുണ്ട് കഴിച്ചിട്ടുണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കൂൺ കൊണ്ട് പല വിഭവങ്ങളും ഉണ്ടാക്കാറുണ്ട്. കൂൺ മസാല ഉണ്ടാക്കാറുണ്ട്, കൂൺ ബിരിയാണി, അതായത് മഷ്റൂം ബിരിയാണി, അങ്ങനെ കുറേ ടൈപ്പ് റെസിപ്പീസ് ഞാൻ പുറത്തൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കൂൺ തോരൻ എന്ന് പറയുന്നത് ഞാൻ ആകെ കഴിച്ചിട്ടുള്ളത് ഞാൻ കോതമംഗലത്തെ ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പം ഞാൻ നേരത്തെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കോതമംഗലത്തെ ഒരു ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മുടെ കൊളീഗ് തന്നെ ഒരു കുട്ടി രാധിഷ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ആളെനിക്ക് കൂൺ തോരൻ കൊണ്ട് തരും. അപ്പം ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടായിരുന്നു അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് ഹോസ്റ്റലിൽ നിന്ന് പൊട്ട ഫുഡാണ് അവിടുത്തെ. അപ്പോൾ നമുക്കങ്ങനെ വലിയൊരു ടേസ്റ്റ് ഒന്നും തോന്നുന്ന ഫുഡല്ല. അപ്പം ഞാനിത് ചോറ് കൊണ്ടുവന്നിട്ട് പകുതി ഇങ്ങനെ കഴിച്ചിങ്ങനെ ഇതായിട്ടിരിക്കുമ്പോൾ എനിക്ക് തോരൻ ഇങ്ങനത്തെ എന്തെങ്കിലും കറികളൊക്കെ കൊണ്ടുവരും. അങ്ങനെ ഞാൻ കഴിച്ചൊരു സാധനമാണ് കൂൺ തോരൻ കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. അതെന്ന് പറഞ്ഞാൽ കോതമംഗലം നേര്യമംഗലം കാടൊക്കെ ഇല്ലേ, ഫോറസ്റ്റ്, അതിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ആളുടെ വീട്. അപ്പോൾ അവിടെ ഈ മഴ സമയത്ത് ഉണ്ടാവണതാണ് കൂണ്, വാങ്ങിക്കുന്നതൊന്നുമല്ല. അവിടുത്തെ വീടിൻ്റെ പരിസരത്ത് ആ കാടിനോട് ബന്ധപ്പെട്ട ആ പരിസരത്തൊക്കെ ഉണ്ടാവണത് ഇവർ പൊട്ടിച്ചെടുക്കുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ആ തോരന്. അപ്പോൾ ഇനി തലേദിവസം ഉണ്ടാക്കിയ പോലെ എനിക്ക് കുറച്ചെടുത്ത് മാറ്റി ആൾ കൊണ്ടുവരുമായിരുന്നു. അവിടുത്തെ ആൾക്കാർക്ക് ഒരു പ്രത്യേക സ്നേഹമായിരുന്നു കേട്ടോ. ഞാൻ ആ ബ്രാഞ്ചിൽ വർക്ക് ചെയ്ത സമയത്തും ശരിക്കും എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത്രയും സ്നേഹവും സപ്പോർട്ടും ഒക്കെ ആയിരുന്നു. അപ്പം അതൊക്കെ ഞാനിങ്ങനെ ഈ തോരൻ വെച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ബ്രാഞ്ചിൽ വർക്ക് ചെയ്ത എല്ലാവരെയും ഓർത്തു കേട്ടോ. ഭയങ്കര നമുക്കിങ്ങനെ എന്താ പറയുക, നല്ല ഒരു ഹാപ്പിനെസ് തോന്നുമല്ലേ നമ്മൾ ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ. അങ്ങനത്തെ ഒരു സമയമായിരുന്നു കേട്ടോ അത്. അപ്പം രാധിഷയായിരുന്നു എനിക്കിത് കൊണ്ട് തന്നിരുന്ന ആൾ. അങ്ങനെ പലരും ഉണ്ട് കേട്ടോ, കുറേ ഓർമ്മകളുണ്ട് അവിടെ. അപ്പോൾ രാധിഷയ്ക്ക് എന്തായാലും താങ്ക് യു. അന്ന് ഞാൻ കൂൺ തോരൻ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ആളെയാണ് ഓർക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ മസാല എന്ന് പറയുന്നത് നേരത്തെ കാണിച്ചില്ലേ, അതിൽ മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ അത്യാവശ്യം കൂടുതൽ ഞാൻ കറിവേപ്പില ഇട്ടിട്ടുണ്ട്, ജീരകം, ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ട് ഒതുക്കിയെടുക്കുക. എന്നിട്ട് ഈ കൂൺ ഇതുപോലെ ഒന്ന് വാടി വരുമ്പോഴേക്കും, ഒട്ടും വെള്ളം ചേർക്കരുത്, വാടി വരുമ്പോഴേക്കും ഇതും കൂടെ നന്നായിട്ടൊന്ന്, അധികം ഇതില്ലല്ലോ, വേവില്ലല്ലോ കൂണിന്. അപ്പം നമുക്ക് ആ ഒരു വേവായി കഴിയുമ്പോൾ ഒട്ടും വെള്ളം ഒഴിക്കരുത്. അപ്പം എന്നിട്ട് കൂണായി വരുമ്പോൾ ഇനി അതിൽ നിന്ന് വെള്ളം കൂണിൽ നിന്ന് തന്നെ വരുവാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക. നമ്മൾ മൂടി വെച്ച് കഴിയുമ്പോൾ വെള്ളം വരും. അപ്പോൾ വെള്ളം വറ്റി കഴിയുമ്പോഴേക്കും ഈ തേങ്ങയും കൂടി ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് ഒതുക്കിയ തേങ്ങ ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമ്മളൊന്ന് തുറന്ന് വെച്ചൊന്നോ ഉലർത്തിയെടുക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കണം കേട്ടോ, അപ്പോഴാണ് അതിൻ്റെ റിയൽ ടേസ്റ്റ് ഉണ്ടാവുക.
അപ്പോൾ അങ്ങനെ കൂൺ തോരൻ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പം ഞാൻ കുറച്ച് നാളായിട്ട് തന്നെ എപ്പോഴും എല്ലാ ദിവസവും, എപ്പോഴും അല്ല എല്ലാ ദിവസവും ഒരു മുട്ട കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ വീട്ടിലെല്ലാവരും കഴിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. ഷൈചേട്ടനും കൊടുക്കും, ഞാനും കഴിക്കും, പാറുവിനും കൊടുക്കും. പാറുവിന് കുറച്ച് കുട്ടിയല്ല, അവൾക്ക് എപ്പോഴും കൊടുക്കുമായിരുന്നു. പക്ഷേ ഞങ്ങളും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് എൻ്റെ ആ മുടി കൊഴിയുന്ന ആ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഫുഡും നന്നായിട്ട് ശ്രദ്ധിക്കണം, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ കൂടുതൽ കഴിക്കാൻ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇന്ന ഫുഡൊന്നും പറഞ്ഞില്ല. അപ്പോൾ നമുക്ക് എന്നും അവൈലബിൾ ആയിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്നതും പെട്ടെന്ന് കഴിക്കാവുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ ഡയറ്റിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ മുട്ട. അപ്പോൾ കൂൺ തോരൻ ഏകദേശം ആയി വരണം കേട്ടോ. അപ്പോൾ ഞാനിത് എടുത്തുകൊണ്ട് വന്നപ്പോഴേക്കും പാറു എന്നാൽ അത് മതിയെന്ന് പറഞ്ഞ് മുട്ട മതിയെന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ മുട്ട അവൾ ഈ യോക്ക് കഴിക്കില്ല കേട്ടോ. അതുകൊണ്ട് പാറുവിന് ഇന്ന് ഞാൻ മുട്ട ഇങ്ങനെ പുഴുങ്ങിയല്ല കൊടുക്കണേ, വേറെ രീതിയിലൊക്കെയാണ് കൊടുക്കുക. പുഴുങ്ങിയതും കൊടുക്കും, പക്ഷേ യോക്ക് കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ ചില സൂത്രപ്പണികളൊക്കെ ചെയ്തിട്ടാണ് അവളെ കൊണ്ട് കഴിപ്പിക്കുക കേട്ടോ. അപ്പം അവൾ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ആ ഒരു പകുതി ആ മുറിച്ച് വെച്ചതിൻ്റെ ഒരെണ്ണത്തിൻ്റെ മാത്രം വൈറ്റ് കഴിച്ചിട്ട് ബാക്കിയെല്ലാം അവിടെ തന്നെ ബാക്കി വെച്ചു കേട്ടോ. അപ്പോൾ നെല്ലിക്ക കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അച്ഛനും മോളും കൂടെ ഉപ്പൊക്കെ കൂട്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഞാനിത് എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ വേഗം തന്നെ ഓടി വന്ന് അങ്ങനെ ചുമ്മാ അങ്ങനെ ഇരുന്നതാണ് പാറും. അത് നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന പുട്ടുകൂട്ടിയാട്ടോ കഴിക്കണേ. അപ്പോൾ ഫിഷ് ഫ്രൈ, കഴിഞ്ഞ ദിവസത്തെ കപ്പ എല്ലാം കൂടെ കൂട്ടിയാണ് കഴിക്കണേ. അപ്പോൾ അത്രയും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂൺ തോരൻ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെടും. അതേപോലൊരു റെസിപ്പിയാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം.